കാര്യമുണ്ട്. കൈ കിട്ടിയ അവസരം നമ്മളായിട്ട് ഇല്ലാതാക്കാൻ പാടില്ല. കുറച്ചു ദിവസത്തെ കാര്യമല്ലേ, എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് നിന്നാ നിന്റെ അമ്മയെ നിനക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം. മോളെ, അവിടെ അത്യാവശ്യമാണെങ്കിൽ അവര് നിന്നെ തിരിച്ചു വിളിക്കും. എനിക്ക് വിശ്വാസമൊന്നുമില്ല. എന്നാലേ എനിക്ക് വിശ്വാസമുണ്ട്. എത്തേണ്ട സ്ഥലത്താ മോൾ എത്തിയിരിക്കുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞേ? എന്റെ മോളെ, നമ്മുടെ കാര്യം നടക്കാൻ ഇടയുള്ള ഒരു സ്ഥലത്ത്, അങ്ങനെയാ മാമൻ ഉദ്ദേശിച്ചത്. പിന്നെ അമ്മ ഇനി അവിടെ നിർത്തി പരീക്ഷിക്കുന്നതിൽ കാര്യമില്ല. എത്രയും പെട്ടെന്ന് ചികിത്സ ചെയ്തേ പറ്റൂ. മോളൊരു കാര്യം ചെയ്, അമ്മയും കുട്ടി ഇങ്ങോട്ട് പോരെ. അയ്യോ, അത് ഗോപാലമാമ. പറയുന്ന കേക്ക് മോളെ. തങ്ക ഇവിടെ നമ്മുടെ കൂടെ വന്ന് നിക്കട്ടെ. എന്നോട് തങ്കത്തിന് എന്തോ ഒരു നീരസമുണ്ട്. പക്ഷേ സിത്താര മാഡത്തിന്റെ വീട്ടിൽ മോക്ക് പോണമെങ്കിൽ തങ്കത്തിന് നിനക്ക് ധൈര്യമുള്ളൊരു സ്ഥലത്ത് നിർത്തട്ടെ. മോൾ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. തൽക്കാലം ഗോപാലൻ മാമന്റെ സുനന്ദയും കൂടെ നിൽക്കാൻ പറയണം. തങ്കം വന്ന് നിന്നാലേ എന്റെ കൂടപ്പുറപ്പിനെ പോലെ ഞാൻ നോക്കിക്കോളാം. അതിലെനിക്ക് സംശയമൊന്നുമില്ല. കാശെടുത്ത് സഹായിക്കാൻ നിവർത്തിയില്ല. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മാമനെ കൊണ്ട് ചെയ്യാൻ പറ്റൂ. ഗോപാലമാമ അന്യായിട്ടൊന്നുമല്ല നിന്നെ കാണുന്നത്, സ്വന്തം മകളായിട്ട് തന്നെയാ. മോളെ, ഒന്നുമില്ല ഗോപാലമാമ. ഒന്ന് കയ്യെത്തി പിടിക്കാൻ ആരുമില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിട്ടുണ്ട് ഞാൻ എന്റെ അമ്മയും. ഇപ്പൊ ഗോപാലമാമനും സുനന്ദേച്ചി ഞങ്ങൾക്ക് ഉണ്ടല്ലോ. കിട്ടിയ കാശുണ്ട് നമ്മൾ അമ്മയുടെ ഓപ്പറേഷൻ നടത്തുന്നു. തങ്കം ഒന്ന് നേരെ നിന്നാലേ നിന്റെ മനസ്സ് നേരാവോന്ന് ഗോപാലമാമന് അറിയാം. അപ്പോ നീ ഇങ്ങോട്ട് വരാൻ തീരുമാനിക്കല്ലേ? ഞാൻ വരാം, അമ്മയും കൊണ്ട് തന്നെ വരാം. ശരി മോളെ, അമ്മയ്ക്കിവിടെ തങ്ങാനുള്ള ഏർപ്പാടേ ഞാനും സുനന്ദയും കൂടെ ചെയ്തോളാം. ശരി. അല്ല, മാണിക്കുഞ്ഞിന് അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ അല്ലേ അമ്മേ? മാണിക്കുഞ്ഞിന് മാത്രമേ താല്പര്യമുള്ളെങ്കിൽ വേണ്ട. നിനക്ക് താല്പര്യമാണെങ്കിൽ നമുക്ക് നോക്കാം. അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികത്തിന് വളരെ പ്രധാനപ്പെട്ട ആരെങ്കിലും ഉണ്ടാവണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് ആയിക്കോട്ടെ. എടാ കള്ള, സത്യത്തിൽ നീ വിവാഹ വാർഷികം നടത്തുന്ന തന്നെ ഗാതമോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയല്ലേ? അയ്യോ അമ്മേ, അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ സിൻസിയർ ആയിട്ടൊരു കാര്യം പറഞ്ഞ. അല്ല, അവൻ ഫംഗ്ഷൻ ഉണ്ടെന്ന് ഉറപ്പിച്ചോ? ഇനി എന്താ അമ്മയ്ക്ക് സംശയം? അല്ല, ഗാദിയും സിത്താരയും വരുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ? ആ ഉറപ്പ് കിട്ടിയിട്ട് വേണം എന്തൊക്കെ കുനിഷ്ട ഉണ്ടാക്കുക എന്ന് ആലോചിച്ചു തുടങ്ങാൻ. അതിന് അയ്യോ എന്റെ അമ്മ, അതൊന്നും അല്ല. പോയി കുടുംബത്തെ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റാതായിരിക്കോ? കഷ്ടം. അപ്പൊ കാര്യങ്ങൾ നമ്മൾ ഉറപ്പിച്ചു. സിത്താര മേഡത്തിനെ അമ്മ വിളിക്കും. ഞാൻ വിളിച്ചു പറയാം. വരുന്നതും വരാതിരിക്കുന്നതും ഒക്കെ സിത്താരയുടെ ഇഷ്ടം. ഏയ്, അത് പറ്റില്ല. നിർബന്ധമായിട്ട് പങ്കെടുക്കാനായിട്ട് പറയണം. സിത്താര മേമന് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അവർ പൊയ്ക്കോട്ടെ. പക്ഷേ ഗാഥ വന്നേ പറ്റൂ. കേട്ടല്ലോ എല്ലാരും. ഇവന്റെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേടാ? ശരി, ഞാൻ പറഞ്ഞോളാം. പോരെ? മതി. താങ്ക്സ് അമ്മ. സാറേ, നാളെ ഫംഗ്ഷന് മുമ്പേ നമുക്ക് ഈ ലോണൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ സാറേ, ആ ഗാഥാമാടത്തെ ഫോണിൽ വിളിച്ചിട്ടേ ഒരു കാര്യം പ്രത്യേകം പറയണം. അന്നിട്ട് ആ ഹൈ ഹീൽഡ് ചെരുപ്പില്ലേ, അതെടുക്കാൻ പറയണം. അല്ല, അതിട്ടാലല്ലേ ഗാഥാമാടത്തിന് വീഴാൻ സൗകര്യം. ഗാഥാമാടം അങ്ങനെ സൗകര്യത്തിന് വീണാനല്ലേ സാറിന് സൗകര്യപൂർവ്വം പിടിക്കാൻ പറ്റൂ.
എന്നാലല്ലേ രണ്ടുപേർക്കും കണ്ണി നോക്കി കെട്ടിപ്പുണർന്ന് കിടക്കാൻ പറ്റൂ. എന്റെ സാറേ, അന്ന് നിങ്ങൾ രണ്ടുപേരും കണ്ണി നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് സത്യം പറയാലോ കൊതിയായിപ്പോയി. പ്രേമിക്കുന്നെങ്കിലേ ദേ ഇങ്ങനെ പ്രേമിക്കണം. അപ്പോ സാറ് വിളിച്ചിട്ട് ആ ചെരുപ്പിന്റെ കാര്യം പറയൂലോ അല്ലേ? എടോ, ഈ അടുത്ത കാലത്തായിട്ടെ താൻ കുറച്ച് ഓവറാ. ആവശ്യമില്ലാത്ത കാര്യങ്ങളാ തന്റെ നാവിന്ന് വരുന്നത്. അയ്യോ സോറി സാറേ, സോറി. ആ സാറേ, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച ആ ബോംബെ പാർട്ടി ഉണ്ടല്ലോ, അവരെ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് അയക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറൊന്ന് ഒപ്പിട്ട് തന്നാ അത് അയക്കാനുള്ള കാര്യങ്ങൾ നോക്കായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അവസാനം വാങ്ങിച്ച ഒരു ലാൻഡ് ഉണ്ടല്ലോ, ആ കോർപ്പറേഷൻ ഓഫീസിന്റെ ബാക്ക് സൈഡ്, അതിന്റെ ടാക്സ് അടയ്ക്കുന്ന കാര്യത്തിൽ എന്തോ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യണം. എടോ, ഈ നേരത്താണ് അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. അല്ല, വേറെ കാര്യങ്ങൾ പറഞ്ഞാ സാറ് സീരിയസ് ആയിട്ടിരിക്കൂലേ? എങ്കിൽ പിന്നെ സാറിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാന്ന് കരുതി. താൻ പറഞ്ഞോണ്ട് വന്ന കാര്യം എന്താ? എന്ത് കാര്യം? അല്ലടോ, താൻ ഗാദറെന്തോ കാര്യം പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞ ഏയ് ഞാൻ ആ പ്രോപ്പർട്ടിയുടെ ടാക്സ് അടയ്ക്കുന്ന കാര്യമല്ലേ പറഞ്ഞേ? താൻ മിണ്ടി പോകരുത്. ഒരു കാര്യം പറഞ്ഞാൽ അത് ഓർമ്മ വേണം. എടോ, താൻ പറഞ്ഞിട്ട് 2 മിനിറ്റ് പോലും ആയില്ലല്ലോ. ഓ വിട്ടുകള സാറേ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട്. എടോ, കുറച്ച് സമയം വേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ? എടോ, മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ കുറച്ചൊക്കെ പറയാം. താൻ ഓവർ ആക്കാതിരുന്നാ മതി. ആണോ? എന്നാലേ അങ്ങനെ കേട്ട് സൂഹിക്കണ്ട സാറേ. ഓ, ഗാഥമാടത്തെ കുറിച്ച് പറയുന്നത് കേട്ടോണ്ടിരിക്കുകയും വേണം, എന്നാ ഗൗരവക്കാരാണെന്ന് എന്റെ മുന്നിൽ നടിക്കുകയും വേണം. അതെ, ഞാൻ പറയാം, പക്ഷെ അത് കേൾക്കുന്നത് സുഖമാണെന്ന് സാർ എന്നോട് സമ്മതിക്കണം. എടോ, താൻ ചുമ്മാ അങ്ങനെ പറയുന്നത് കേൾക്കാൻ സുഖമുണ്ടോ ഇല്ലയോ? ആ ചെറിയ സുഖമൊക്കെ ഉണ്ട്. ഓ, ചെറിയ സുഖമുള്ളൂ. എന്നാ പിന്നെ എന്തിനാ സാറേ? എടോ, ഒന്ന് നിർത്തടോ. എടോ, ഗാഥയെക്കുറിച്ച് പറഞ്ഞു കേൾക്കാനായിട്ട് നല്ല രസമുണ്ട്. കഴിഞ്ഞല്ലേ പ്രശ്നം? ഓ, താൻ പറഞ്ഞു വന്നതിന്റെ ബാക്കി പറ. ദൈവമേ, എന്റെ സാറ് കൈവിട്ടുപോയി. പെണ്ണും പിടക്കൊഴിയൊന്നും വേണ്ട, ബിസിനസ് ആണ് എന്റെ ഭാര്യ എന്ന് പറഞ്ഞു നടന്ന സാറാ. ഇപ്പൊ ബിസിനസ് പോയ വഴിയേ കാണാനില്ല.